രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ഉത്തരവെന്നും പ്രോസിക്യൂഷൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയതിന്റെ കാരണം സെഷൻസ് കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നില്ല. ഇതോടെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചയോടെ ഹർജി ഹൈക്കോടതിയിലെ ഫയലിംഗ് വിഭാഗത്തിലെത്തി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത ദിവസം തന്നെ ഇത് പരിഗണിച്ചേക്കും. ഉന്നത സ്വാധീനമുള്ള പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ ഹർജിയിൽ വ്യക്തമാക്കുന്നു. അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചു എന്നും അതിജീവിതയുടെ മൊഴിയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം 15-ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ കേസ് കൂടി ചൂണ്ടിക്കാണിച്ചാകും രണ്ടാമത്തെ കേസിലെ പ്രോസിക്യൂഷൻ നീക്കം. കൈരളി ന്യൂസ്, കൊച്ചി.